കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമുക്ക് ലഭിക്കുന്നത് ഓരോ കാർഡിനും 5 ലക്ഷം രൂപ വീതമാണ്. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട നിലവിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഈ സ്കീമിൽ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട്, അതായത് 2018-19 ശേഷം ഇങ്ങോട്ട് പുതിയ അപേക്ഷകൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലതാനും. ഈ ഒരു പദ്ധതിയിൽ നിലവിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിൽ, അതോടൊപ്പം ചില സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ, അത് ആശുപത്രി വാസം ഉൾപ്പെടെ, റൂം റെൻറ്റ് ഉൾപ്പെടെ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ്, ICU ചാർജ്, ഇംപ്ലാന്റേഷൻ ചാർജുകൾ, അതോടൊപ്പം മരുന്നുകൾക്ക് ചിലവാകുന്ന തുക, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആനുകൂല്യങ്ങൾ, വിവിധ രോഗങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ധനസഹായം. അത് നമ്മളുടെ വീടുകളിൽ നിന്നും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല, പകരം കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിട്ടുള്ള കാർഡിൽ നിക്ഷേപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപയിൽ നിന്നാണ് ചിലവഴിക്കുന്നത്. ഇതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ആനുകൂല്യം ഇപ്പോൾ പലർക്കും ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ, അത് മറ്റൊന്നും മൂലമല്ല, സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് കുറഞ്ഞു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇത്തരത്തിൽ തുക വിതരണം ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികൾക്കുൾപ്പെടെ വിവിധ ക്ലെയിമുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും വൈകിപ്പിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും, സർക്കാർ മെഡിക്കൽ കോളേജുകളിലുമെല്ലാം ഇപ്പോഴും വിവിധ ശസ്ത്രക്രിയകൾ ഈ ഒരു ചികിത്സാ ധനസഹായത്തിൻ്റെ കാർഡുള്ളവർക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെ ഈ സ്കീമിൽ ചേർത്തിരുന്നു. ഇതിൻ്റെ ഏറ്റവും പുതിയൊരു നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപാകെ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക പാർലമെൻ്ററി സമിതി റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 70 വയസ്സ് എന്ന് പറയുമ്പോൾ പരമാവധി ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ചികിത്സ തേടുന്നവരുമാണ്. എന്നാൽ വിവിധ രോഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു കാലഘട്ടമാണ് 60 വയസ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൂടി, 60 പൂർത്തിയായവരെ കൂടി ഈ സ്കീമിലേക്ക് ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാന നിർദ്ദേശം ഇപ്പോൾ പാർലമെൻ്ററി സമിതി ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരാണ് അംഗീകരിക്കേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് CT സ്കാൻ, MRI സ്കാൻ പോലുള്ള വിവിധ സ്കാനിങ്ങുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തി ഈ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ തുക ഈ കാർഡിൽ നിന്നും എടുക്കുന്ന രീതിയിലേക്ക് കൂടി മാറ്റണമെന്നുള്ള പ്രധാന നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറും. ഇതിലുള്ള തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രജിസ്ട്രേഷൻ കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആധാർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതെല്ലാം പരിഗണിക്കുക. ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിസ്ഥാനമാക്കിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കേണ്ടി വരും. ഇപ്പോൾ ക്ഷേമ പെൻഷൻ, 60 വയസ്സ് കഴിയുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ വിതരണം ചെയ്യുന്നത് പോലെ 60 വയസ്സ് പിന്നിടുമ്പോൾ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ കൂടി സാധ്യമാകുന്ന ഒരു കാലം, അത് വളരെ വൈകാതെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ, കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനും ഓൺലൈൻ വഴി ആരംഭിക്കും. പിന്നീട് നമുക്ക് വിവിധ അസുഖങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ തന്നെ ഇത്തരത്തിൽ സൗജന്യ ചികിത്സ നേടുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കി തരുന്നത്. ഇപ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യത്തിൽ അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ക്ലെയിം ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.